എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്കാ തോരനാണ്. പാവയ്ക്കാ തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കയ്പാന്ന് പറയും. കയ്പില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ചുവന്നുള്ളി, ഒരു 200 ഗ്രാം ചുവന്നുള്ളി ഉണ്ട്. ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത്, ഇച്ചിരി കരിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഉപ്പ്, പാവയ്ക്ക ചെറുതായി കൊത്തിയരിഞ്ഞത്. ഇത് എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. 10 മിനിറ്റ് വെച്ചേക്കണം. 10 മിനിറ്റിൽ 5 മിനിറ്റ് ആയാലും മതി, അത് ഓരോരുത്തരുടെ സൗകര്യം. 10 മിനിറ്റ് വെച്ചാൽ ഒന്നുകൂടെ നല്ല രീതിയിൽ എല്ലാം നല്ല പരുവപ്പെട്ടിരിക്കും. നമുക്കിതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് തന്നെ ഇതാക്കണം. കടുവറക്കാൻ എടുത്ത് വെക്കാം. ബാക്കി ഇച്ചിരി കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് ഇനി അത് കടുവറുത്തിടണം. നമുക്ക് ഇതുണ്ട്, ഇത് ചീനിച്ചട്ടി ഞാൻ അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് നിങ്ങളുടെ സൗകര്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ചുമന്നുള്ളി കൂടുതൽ ചേർത്താൽ നല്ല രുചിയായിരിക്കും. അതിനാ ചുമന്നുള്ളി. ചിലർ പിന്നെ ചുമന്നുള്ളി പൊളിച്ചെടുക്കാനുള്ള അസൗകര്യത്തിന് സവാളയൊക്കെ ചേർക്കും. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇത്. എന്നാൽ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ചിലർ പിഴിഞ്ഞിട്ട്, പാവയ്ക്ക പിഴിഞ്ഞ്, അതെല്ലാ ഗുണങ്ങളും പോയി കഴിഞ്ഞ് പിന്നെ എന്തിനാ, ഇത് കയ്പില്ലാതെ നമുക്കുണ്ടാക്കാം. കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇത് തുറന്നു വെക്കും. ഈ പാവയ്ക്ക അരിഞ്ഞ് ഒരിക്കലും തുറന്നു വെക്കരുത്, അടച്ചു വെക്കണം. പാവയ്ക്ക തുറന്നിരിക്കുമ്പം ഒന്നുകൂടെ കയ്പ് കൂടും. ഇതിപ്പം കയ്പില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്. നമ്മൾ വെക്കുന്ന അരി ഉണ്ടല്ലോ, പച്ചരി അല്ലാത്ത ഏതരി നമുക്ക് ഇച്ചിരി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് മൂത്തു, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ 10 മിനിറ്റായി നമ്മളിത് വെച്ചിട്ട് നമുക്കിതെടുത്ത് ഇതിനകത്തോട്ട് ഇടാം. വെള്ളമൊക്കെ ഇറങ്ങി, പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് നന്നായിട്ട് ഇളക്കി നമ്മൾ ഉപ്പുമൊക്കെ ഇതിനകത്തെല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾ, ഇതെല്ലാം നമ്മൾ ഒരു കാര്യമുള്ളൂ, വെളുത്തുള്ളി ചേർക്കത്തില്ല ഇതിന്. എനിക്ക് നമ്മൾ ചുവന്നുള്ളി ചേർക്കുമ്പോൾ ഇതിന് മാത്രം. തോരന് സാധാരണ വെളുത്തുള്ളി ചേർക്കും, ഞാൻ ഇതിന് ചേർക്കത്തില്ല. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേണം വേവിക്കാൻ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ മാത്രമേ ചതച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വലുതായിട്ട് തിരുമ്മിയ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് മാറ്റണം, തോരൻ്റെ പരുവത്തിൽ. ഇത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ലേശം ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ ചെറിയ രീതിയിൽ. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി
നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. നോക്കട്ടെ. ലേശം കൂടെ ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പിടാം. ഒട്ടും കയ്പില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. കാര്യം ഇത് തുറന്നു വെക്കരുത് അരിഞ്ഞേച്ച്. അറിയാം നിങ്ങൾക്ക്, പക്ഷെ എന്നാലും ചിലർ ഓർക്കത്തില്ല. അരിഞ്ഞ് തുറന്നു വെക്കും നമ്മൾ കൂട്ടാൻ ഉടനെ വെക്കാൻ. പക്ഷെ അതങ്ങ് അടച്ചു വെക്കണം. അതുപോലെ പിഴിയുകയും ചെയ്യരുത്. പിഴിഞ്ഞ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും എല്ലാവർക്കും. നമ്മൾ എണ്ണയൊന്നും ഒരുപാടൊന്നും ഉപയോഗിച്ചൊന്നുമല്ല. നമുക്ക് ഇപ്പം നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. അങ്ങനെ പാവയ്ക്കാത്തോരൻ റെഡി.